കഴിഞ്ഞ വീഡിയോയിൽ വിലയായിരുന്നു താരം. അപ്പൊ ഈ വീഡിയോയിലും വില തന്നെ ആയിരിക്കും താരം എന്ന് വിചാരിക്കും. വിലയും ക്വാളിറ്റിയും എല്ലാ വണ്ടികൾക്കും 10 ദിവസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. 10 ദിവസത്തിനകത്ത് ഇനി ഒരു ബൾബ് പോയാലും നമ്മൾ തന്നെ കൊടുക്കുന്നത്. 2023 ഇത്രയും ലോ കിലോമീറ്റർ ഒരു സിംഗിൾ സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടി. ചലഞ്ച് ചെയ്താലും നമുക്ക് ചലഞ്ച് ചെയ്യുക. V4 കൊടുക്കുക. ഇതും ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? അവർക്ക് 2 മാസം തൊട്ട് 6 മാസം വരെയുള്ള എഞ്ചിൻ വാറണ്ടി. നമുക്കിപ്പോ ചെറിയൊരു പൈസ കൊണ്ട് ഇതൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. 14,000 കിലോമീറ്റർ നോക്കിക്കോ. വില കുറഞ്ഞാലും ഞങ്ങൾ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല, ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് വില കുറയ്ക്കും. അതെങ്ങനെ സാധിക്കും? 1,55,000 രൂപ നിങ്ങൾക്ക് എങ്ങനെ മുതലാവുക വേണ്ടി കൊടുക്കണം. അവരുടെ കച്ചവടക്കാർ കൊടുത്താൽ അവർക്ക് ലാഭം കിട്ടും. 55 രൂപയ്ക്ക് നമുക്ക് വണ്ടി. കുറച്ച് വണ്ടികളാണ് ഇവിടെ ഉണ്ടല്ലോ. എന്തോ അവിടോട്ട് 2015 വണ്ടി കൊടുക്കാം 19,000 രൂപയ്ക്ക്. ഓവർ പ്രൈസ് തന്നെ, അത് പക്ക ഓവർ പ്രൈസ് തന്നെ. 55 രൂപയ്ക്ക് കൊടുക്കുക. ആര് കൊടുക്കും? 2021 മോഡൽ 55 രൂപയ്ക്ക് കൊടുക്കുക. 2021 മോഡലാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ എം റൈഡേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നൗഷാദിക്കാടെ ഷോറൂമിൽ, കൊല്ലം ജില്ലയിലാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലാണ് ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായൊരു ഷോറൂമാണ്. അത്യാവശ്യം വില കുറഞ്ഞൊരു ഷോറൂമാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ അത്യാവശ്യം മാന്യമായ വിലയെന്നൊക്കെ കമൻറ്റ് വന്നൊരു ഷോറൂമാണ്. ആ ഒരു രീതിയിൽ വില കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട മാക്സിമം ഡിസ്കൗണ്ട് അടിച്ച വണ്ടികളുള്ള ഷോറൂമാണിത്. മൈലേജ് വണ്ടികളും സ്കൂട്ടറും എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേട്ട് പോയിക്കാനും വിളിച്ചിട്ട് ഇന്നത്തെ ഓഫർ എന്താണെന്ന് ചോദിച്ചറിഞ്ഞാലോ. അപ്പോൾ ഗൈസ്, ഞാൻ നൗഷാദിക്കാനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, നൗഷാദിക്ക തിരക്കിലാണോ? ഓക്കെ. അപ്പൊ ഞാൻ നൗഷാദിക്കാനെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നതാണ്. നമുക്ക് മേക്കൊക്കെ വെച്ച് തുടങ്ങിയാലാ? പരിപാടി എല്ലാം തുടങ്ങാൻ പോകണം. നമ്മൾ മേക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. 1.5 മാസം ആയെന്ന് തോന്നുന്നല്ലോ വീഡിയോ ചെയ്തിട്ട്. 1.5 മാസം വന്നിട്ടില്ലേ? അതെ. അതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം മാറിയിട്ടുണ്ട്. വണ്ടികൾ അന്നിരുന്ന വണ്ടികൾ മൊത്തം മാറിയല്ലോ. നമുക്കെല്ലാം പുതിയ സ്റ്റോക്ക് വണ്ടികളാണല്ലോ ഇരിക്കുന്നത്. അതെല്ലാം കച്ചവടാക്കിയെന്നാണ് പറയുന്നത് നിങ്ങൾ? അതെല്ലാം പോയായിരുന്നു. നമ്മുടെ വണ്ടികളെല്ലാം ഏകദേശം കണ്ണൂർ വരെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. ആ ഡൊമിനാറൊക്കെ പോയത് കണ്ണൂരുള്ള പാർട്ടിയാണ്. നമ്മുടെ 7,000 രൂപയുടെ ആക്റ്റീവ പോയത് മലപ്പുറത്ത്. ഇവിടുന്ന് ഓടിച്ചോണ്ട് പോയിട്ട് പൈസ കൊടുത്താൽ തന്നാൽ മതി. ആ വണ്ടി മലപ്പുറത്ത് ഓടിച്ചോണ്ട് പോയിട്ട് പൈസ തന്നു. ഓക്കെ. അപ്പൊ എനിക്ക് കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ വിലയായിരുന്നു താരം. അപ്പൊ ഈ വീഡിയോയിലും വില തന്നെ ആയിരിക്കും താരം എന്ന് വിചാരിക്കും. വിലയും ക്വാളിറ്റിയാണ് താരം. അതെ, അതങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. വിലയും ക്വാളിറ്റി. ലൊക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുത്തൻതെരുവ്. ഇതിൽ പറയാനുണ്ടോ? പുത്തൻതെരുവിനും പുതിയാനും ഇടയ്ക്കാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പൊ ആൾക്കാർ ട്രെയിൻ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞു? നമ്മളിപ്പം വടക്കൻ ഏരിയ, അതായത് ആലപ്പുഴ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നത് കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ വന്നിറങ്ങും. അതിന് തൊട്ടടുത്ത് തന്നെ അവിടെ ഓട്ടോക്കാരായി കൊടുത്ത് 50 രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിടും. അതല്ല കൊല്ലം സ്ഥലത്തു നിന്ന് വരുന്നവർക്ക് കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ട് പുതിയകാവ്. എക്സാക്ട് ഷോറൂം വരുന്നത് പുതിയാനും പുത്തൻതെരുവിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത്. ബസ് സ്റ്റോപ്പ് പറയുകയാണെങ്കിൽ പുതിയകാവ്. ബസ് സ്റ്റോപ്പ് പുതിയാവിൽ ഇറങ്ങിയാൽ മതി. ബസ്സിന് വരുന്നവർ പുതിയാവിൽ ഇറങ്ങിയാൽ മതി. ഓക്കെ. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് കായംകുളത്ത് ഇറങ്ങിയത്. എങ്ങനെയാണെങ്കിലും എത്തിപ്പെടാം. അത് നിങ്ങൾ റിച്ച് ആയതുകൊണ്ട് കായംകുളത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് വന്നു. റിച്ച്. അപ്പൊ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ തുടങ്ങിയാലെന്നാ? നമുക്ക് തുടങ്ങിക്കളയാം. FC 2014-15 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിടിലൻ വണ്ടിയാണ്. ഗുഡ് ക്വാളിറ്റി വണ്ടിയാണ്. പക്കാ ക്വാളിറ്റി അല്ലയോ വണ്ടി? പക്കാ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി വണ്ടി. കൊടുക്ക്. റേറ്റ് പറ. 29 രൂപയ്ക്ക് കൊടുക്കും. 29,000 രൂപ. ഓവർ പ്രൈസ് അല്ലേ ഇതൊക്കെ? വണ്ടി കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാനുണ്ട്? കൊടുത്തേരെ. 29,000 രൂപയ്ക്ക് 2014-15 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കൊടുക്കാം. കിലോമീറ്റർ ഏകദേശം നമുക്ക് നോക്കാമല്ലോ. പിന്നെന്താ, കിലോമീറ്റർ എല്ലാം നോക്കണമല്ലോ. എല്ലാം നോക്കണമല്ലോ. കിലോമീറ്റർ 29,325 കിലോമീറ്റർ. അത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. 29,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 29,000 കിലോമീറ്റർ ആണ്. കുറഞ്ഞ വണ്ടിയല്ലയോ? കുറഞ്ഞ വണ്ടിയാണ്. അടുത്ത മൈലേജ് വണ്ടി പ്ലാറ്റിന കൂടെ 2015 മോഡല്. 2015 മോഡല്. കിലോമീറ്റർ 30,405. കിലോമീറ്റർ ഓക്കെ ആയിരിക്കാം. കുറഞ്ഞ വണ്ടിക്കകത്ത് കിലോമീറ്റർ ഗ്യാരണ്ടി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇടയ്ക്കാണ് സ്പീഡോമീറ്റർ എല്ലാം പോയി കിടന്നെങ്കിൽ നമ്മൾ പറയുന്ന മോശമല്ലേ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്ര കൊടുക്കാം മക്കളെ? 20,000 രൂപയ്ക്ക് കൊടുക്കും. 20,000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെന്തോ അടുത്തിരിക്കുന്ന 19 രൂപയ്ക്ക് കൊടുക്കും. 19,000 മോഡല്. 28,000 കിലോമീറ്റർ. അത് ഓക്കെ ആയിരിക്കും. അതൊക്കെ ഓക്കെ ആയിരിക്കും. ഓക്കെ. അടുത്ത വണ്ടി പൾസർ 2017 150. കിളിവണ്ടി. ഇത് കിളിയാണോ? കിളിക്കുഞ്ഞാണോ? ഈ വണ്ടി കൂടെ എത്ര കൊടുക്കും? 17 വണ്ടി കൊടു. 36 രൂപയ്ക്ക് കൊടുക്കും. 36 രൂപ. 17 വണ്ടി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളിപ്പോ ഒറ്റ സ്ട്രക്ചർ പറഞ്ഞു പോകുന്നല്ലേ. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാലോ. അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയല്ലേ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു, ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞു വരാം, മാന്യമായ വിലയെന്ന് ഒരുപാട് കമന്റ് വന്ന ഷോറൂം ഉണ്ടാ. ഈ റേറ്റിന് പറഞ്ഞോട്ട് ചില കസ്റ്റമർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഗോഡൌണിലൊക്കെ ഇരിക്കുന്ന ഒരു വണ്ടികൾ പറഞ്ഞിട്ടായിരിക്കും അവരടുത്ത് വരാൻ പറയുന്നത്. ചിലപ്പോൾ ഈ വരുന്ന വണ്ടികൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരെങ്കിലും ഇത് എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമർ വരെ ഇവിടെ വരുന്നുണ്ട്. നമ്മളിതെല്ലാം അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു വണ്ടി ഇരിക്കുന്നുണ്ടോട്ടായിരിക്കും വന്നോ വണ്ടി ഇരിപ്പുണ്ടെന്ന് പറയും. ചിലപ്പോൾ സ്റ്റാഫുകൾ എടുത്തോണ്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് പോകുമ്പോഴായിരിക്കും
ഇവർ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവര് വന്നിട്ട് നമ്മൾ ഏതാണ്ടില്ല കൊലപാതകം ചെയ്തോട്ട് നമ്മുടെ സംസാരിക്കുന്നത്. എന്നാൽ ഒരു 10 മിനിറ്റ് ഇരുന്ന ഈ വണ്ടി എടുത്തോണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് കേൾക്കാനുള്ള മനസ്സില്ല. യെസ്, അപ്പൊ അതാണ് സംഭവം. അപ്പൊ വണ്ടികളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ വിളിച്ചിട്ട് വരുമ്പോ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യണം. അല്ല, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വാഷിങ്ങിന് പോയിരിക്കും, ചിലപ്പം കാര്യങ്ങൾ ഇവര് വരുമ്പോഴേ ഇതെല്ലാം റെഡി ആയിരിക്കുന്ന രീതിയിലായിരിക്കും ഇവര് വന്നോണ്ടിരിക്കുന്നത്. കാരണം ചിലപ്പോൾ അന്നേരം വണ്ടി വന്നിട്ടുണ്ടാവാത്തതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അടുത്ത വണ്ടി ഷൈൻ നമുക്ക് വരുന്നത് 2021 മോഡൽ ഷൈൻ. 2021 മോഡൽ ഷൈൻ 125 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 14,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി. ഒരു സ്റ്റിക്കർ പോലും പോയിട്ടില്ല. ആ കണ്ടീഷൻ ഇരിക്കുന്ന സാധനം. ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് വരുമ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് 60 രൂപയ്ക്ക് കൊടുക്കും. 59 രൂപയ്ക്ക് കൊടുക്കും. 59,80,000 പുതിയ വണ്ടി വിലയുള്ളതാണ്. ഈ വണ്ടി നമുക്ക് 59 രൂപയ്ക്ക്. 2021 ലാസ്റ്റ് വണ്ടിയാണ്. 2021 ഡിസംബർ വണ്ടിയാണ്. ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇതൊക്കെ ഒരു 5 രൂപയ്ക്ക് അടുത്ത് ബാക്കി നമുക്ക് ഫിനാൻസ് കൊടുക്കും. നമുക്ക് ഇവിടുത്തെ എല്ലാ വണ്ടിയും ഏകദേശം 5 രൂപ. സ്പോർട്സ് വണ്ടിയിലോട്ട് പോകുമ്പോഴേ ഉള്ള ഒരു 15 രൂപ, ബുള്ളറ്റിലോട്ടൊക്കെ പോകുമ്പോഴേ ഉള്ള ഒരു 15 രൂപയ്ക്ക് അടക്കേണ്ടി വരും. ബാക്കി എല്ലാ ഏകദേശം സ്കൂട്ടർ ഐറ്റംസ് എല്ലാം ഒരു 5 രൂപ 10 രൂപയ്ക്ക് അകത്ത് മതി. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന വണ്ടികൾ ഏകദേശം 5,000 മുതൽ 30,000 താഴെ ഇറക്കാൻ പറ്റിയ എല്ലാ വണ്ടികളും ഉണ്ട്. സ്പോർട്സ് വണ്ടികൾ ഇറക്കാം. 30,000 ഒക്കെ ഉണ്ട്. 20 രൂപ തൊട്ട് സ്പോർട്സ് വണ്ടികൾ ഇറക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു 30,000 പറയാം. അത് പറയാം. ഓക്കെ, അപ്പൊ എല്ലാ വണ്ടികളും ഏകദേശം 5,000 മുതൽ 30,000 വരെ. നമ്മുടെ ഈ ലേഡീസ് സ്കൂട്ടറുകളെല്ലാം ഒരു 10 രൂപയ്ക്ക് അകത്ത് ഒരു 5 രൂപ മുതൽ ചിലപ്പോൾ 2 രൂപ തൊട്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടികളും പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്രാവശ്യം പറഞ്ഞത് കബൂറാക്കുന്നില്ല. അതാ പറഞ്ഞത്. ഈ വണ്ടി ഇത് വരുമ്പോ 2024 മോഡൽ. 4,292 കിലോമീറ്റർ. പുതിയ വണ്ടി, ഷോറൂം കണ്ടീഷനുള്ള സാധനം. ഷോറൂം കണ്ടീഷൻ വണ്ടി കൊടുക്കാൻ പറ്റും. 48 രൂപയ്ക്ക് കൊടുത്തരാം. 48,800 രൂപയ്ക്ക് കൊടുത്തരാം. പുതിയ വരുമ്പോ 89 രൂപ 90 രൂപയ്ക്ക് അടുത്ത് വില വരും. നല്ലൊരു റേറ്റിന് കിട്ടും. ഇത് വരുമ്പോ നമുക്കൊരു പുതിയ വണ്ടിയല്ലേ, ഇതിനകത്ത് എന്തോ ചെയ്യാനുണ്ട്. കൊണ്ടുപോയിട്ട് പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ കൊണ്ടുപോകോ ഓടിക്കുക. ഫിനാൻസ് വേണേ ഫിനാൻസും കൊടുക്കാം. ഫിനാൻസ് കിട്ടും. അടുത്ത 150 2016 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയുടെ കസ്റ്റമർ ഭാഗത്തിരിപ്പുണ്ട്. സെയിൽ ആയിക്കൊണ്ടിരിക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ വണ്ടി കൊടുക്കാം 32 രൂപയ്ക്ക് കൊടുക്കാം. കസ്റ്റമർ എടുത്തില്ലെങ്കിൽ 32,000 കിട്ടും. തരും. ഇങ്ങോട്ട് വണ്ടി 2016 എന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും പറയരുത്. കമ്പനി വന്നെങ്കിൽ ചോക്കിന്റെ മാർക്ക് മാറിയിട്ടില്ല. 16 മോഡൽ ആണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി അതാ. ക്വാളിറ്റി വണ്ടിയാണ്, തിളങ്ങിയാണ്. അത്രയും പരിപാടി. അതായത് മാന്യമായ വിലയിൽ ക്വാളിറ്റി വണ്ടികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത്രയും കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അതിവിടെ വന്ന നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്കകത്തുള്ള ഏതെങ്കിലും കസ്റ്റമറുടെ മൊബൈൽ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഒരുപാട് ഞാൻ പറഞ്ഞു ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മളെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതാണ് പറഞ്ഞത്. ഇടയ്ക്ക് പുള്ളി എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കാൻ പറഞ്ഞിട്ട്. കാരണം അത്യാവശ്യം കോൾ നമ്മൾ ഏകദേശം ഞാനന്ന് പറഞ്ഞില്ല, നമ്മളത് രാത്രി ഏകദേശം 12 മണി വരെയൊക്കെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന കോളുകളെല്ലാം എടുക്കാൻ പറ്റാം. പിന്നെ സൺഡേ മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ഡിലേ ആക്കുന്നത്. ഈ ഒരു ഷോറൂമിൽ മാത്രമാണ് നമ്മൾ രാവിലെ 5 മണി തൊട്ട് സമയം ഇട്ടത് വിളിക്കാൻ. രാവിലെ 5 മണി തൊട്ട് രാത്രി 11 മണി വരെ വിളിക്കാൻ വേണ്ടി സമയം ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ വിളിക്കാതെ നമ്മളൊരു ഫ്ലോയിൽ പറഞ്ഞാണ്. അടുത്ത വിക്രാന്ത് കൊടുക്കണം മക്കളെ. ഒരു 22,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 2017 മോഡൽ വണ്ടി കൊടുക്കാം. 22,000 കൊടുക്കാന്ന് കൊണ്ടുപോട്ടെന്ന്. 22,000 രൂപയ്ക്ക് ഫുൾ കണ്ടീഷൻ ഗ്യാരണ്ടി കൊടുക്കാം. കിട്ടില്ല വണ്ടിയാണ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് എനിക്ക് തോന്നുന്നത് 5 രൂപ. 5 രൂപ ഡൗൺ പേയ്മെന്റ്, ബാക്കി ഫിനാൻസ് കൊടുത്തു വിട്. ഓക്കെ, അടുത്ത ഈ വണ്ടി കൊടുക്കാനുള്ളതാ. എല്ലാ വണ്ടിയും കൊടുക്കാനുള്ളതാ. ഇല്ല, 2022 മോഡൽ RTR 200 4V വരുന്ന മോഡൽ. 4V മോഡൽ ഇത് നമുക്ക് കൊടുക്കാം. 85,000 രൂപയ്ക്ക് കൊടുത്താൽ. 85,000 രൂപ. 2022 ഡിസംബർ വണ്ടി. 2022 ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി, ഒന്നും നോക്കാനില്ല. വണ്ടി രജിസ്റ്റേർഡ് കണ്ടീഷൻ. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് ഒരു 7 രൂപ. 7 രൂപ അടച്ചിട്ട് കൊണ്ടുപോകും. ഗൈസ്, അപ്പൊ 7,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ പല ഷോറൂമിൽ പോകുമ്പോഴും ഈ വണ്ടിയൊക്കെ ഡൗൺ പേയ്മെന്റ് അവർ പറയുന്നത് 25-30 ആണ്. 30 മാത്രമല്ല, വണ്ടിയുടെ വില വരുന്നത് എത്ര? 150 അടുത്ത വില വരുന്നില്ല. അത് വരും, ഞാൻ പറയാൻ പോയത്. ഞാൻ പറഞ്ഞു അതിന്റെ കാൽഭാഗം പൈസക്ക് ഒരു വര വീഴാത്ത വണ്ടികളാണ് അതൊക്കെ. ഓക്കെ, ക്വാളിറ്റി വണ്ടികൾ നമ്മൾ. അപ്പൊ അകത്തേക്ക് പോകുമ്പോ അകത്ത് ഏതൊക്കെ വണ്ടി ഉണ്ട്? അകത്ത് നമുക്ക് കൊടുക്കാമല്ലോ. വിശാലമായ ഷോറൂം അല്ലേ, ഏത് വണ്ടി വേണമെങ്കിലും കൊടുക്കാമല്ലോ. വിശാലമായ ഷോറൂമാണ്. കഴിഞ്ഞ വീഡിയോക്കകത്തെ കൂട്ടി ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു 3 ദിവസം കൊണ്ടൊക്കെ ഒരു 65 വണ്ടിയോളം സെയിലാക്കി നമ്മൾ വിട്ടിട്ടുണ്ട്. ഇവിടെ റെക്കോർഡാണ്. നല്ല സെയിൽ തന്നെയായിരുന്നു. കാരണം നമ്മളെ എല്ലാ വണ്ടികളും കസ്റ്റമർ നോക്കുമ്പോൾ അവർക്ക് മാന്യമായ ഒരു വിലയ്ക്ക് നല്ലൊരു വണ്ടികൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഒരു. പിന്നെ ഈ 1-2 കസ്റ്റമേഴ്സ് ഈ പറഞ്ഞോട്ട് വണ്ടി ഇല്ലാതെ ഇതായിട്ട് എന്തെങ്കിലും കമന്റുകൾ ഇടുന്നെങ്കിലേ ഉള്ളൂ. ഇവിടെ വന്ന് അവർ ഉദ്ദേശിച്ച വണ്ടി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞോട്ട് വീഡിയോ ഇട്ടിട്ട് നമുക്ക് വണ്ടി മാറ്റി വെക്കാൻ പറ്റത്തില്ല. ആദ്യം വരുന്നവർക്ക് വണ്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വീഡിയോക്കകത്ത് അത്രയും വണ്ടി കണ്ടല്ലോ, അത് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പുതിയ വണ്ടികളാണ്. നമ്മൾ ഒരു വണ്ടി പോലും പഴയ വണ്ടികൾ എനിക്ക് തോന്നാണ്ട് ഈ ഒരു വെസ്പ കണ്ടേ ഉള്ളൂ. കാരണം അത് പേപ്പർ വരാത്തോണ്ട് മാത്രമാണ് വണ്ടി പോകുന്നത്. ഇതിന്റെ കൂടെ ഇരുന്നത് 2 വണ്ടി എടുക്കാൻ വന്നവർ ആ പിങ്ക് കളർ എടുത്ത് മലപ്പുറത്ത് കൊണ്ടുപോയി. ഈ വണ്ടി അന്ന് പേപ്പർ വരാത്തോണ്ട് ഈ വണ്ടി കൊടുക്കാൻ. ഏകദേശം നമ്മൾ വീഡിയോ ഇട്ടിട്ട് 1.5 മാസത്തിനുള്ളിൽ ഏകദേശം 60-65 വണ്ടികൾ പോയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള. വീഡിയോ ചെയ്യാത്ത തന്നെ കാരണം ഇപ്പൊ ഇത്രയും ഡിലേ ആയത് നമുക്ക് വണ്ടി സ്റ്റോക്ക് കയറാത്തുണ്ട്. വരുന്ന വണ്ടികൾ അന്നേരം ഈ വീഡിയോയുടെ ബേസിൽ തന്നെ വണ്ടികൾ സെയിലായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വീഡിയോ ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇവിടെ അകത്തേക്ക് വരുമ്പോൾ കൗതുകമായിട്ട് എനിക്ക് തോന്നിയ സംഭവമാണ് ടാഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ടാഗ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരം കുറച്ചിട്ട് പിന്നെ ഈ ടാഗിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വിലയ്ക്കൊന്നും അല്ല ഇത് കൊടുക്കുന്നത്. ഈ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി 1.55 ഇട്ടിട്ട് നമുക്ക് ഈ വണ്ടി മാന്യമായിട്ട് ഒരു ലാസ്റ്റ് ഒരു 1.48 ഒരു
1,46 നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഈ ഇരിക്കുന്ന സ്റ്റാഫുകൾ എപ്പോഴും ഈ പറയുന്ന കസ്റ്റമറുടെ കോളും അതിന്റെ കൂടെ ഇവിടുത്തെ കോളും കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു ടാഗ് ഇട്ടിട്ട് എളുപ്പത്തിന് വേണ്ടി ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് ഡീൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ വീഡിയോയിൽ ടാഗ് വിലയൊന്നും അല്ല ടാഗ് ഒന്നും ഇല്ല, അത് വെറുതെ ജസ്റ്റ് നമ്മളൊന്ന് ഇട്ടിരിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസിക് 350 2022 മോഡല് 2022 ഡിജിറ്റൽ മീറ്റർ വരുന്ന അലോയ് വീൽ വരുന്ന ഏറ്റവും പുതിയ മോഡൽ വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം 3,54,000 രൂപയാണ് നമുക്ക് ഷോറൂം പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് കൊടുക്കാം 1,75,000 രൂപയ്ക്ക്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ടാഗിന്റെ വില ജസ്റ്റ് നോക്കാം. ടാഗിൽ ഇട്ടേക്കുന്നത് 1,85 ഇട്ടേക്കുന്നത്. അത് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു കൊടുക്കാം. നമുക്ക് 1,72,000 കൊടുക്കാം. ഇച്ചിരി കുറയ്ക്കാം നമുക്ക്. വരട്ടെ, നാളെ വരട്ടെ. ഞാൻ 1,70 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ കൊടുക്കും. അതിനകത്ത് അടുത്ത വണ്ടി ഏതെങ്കിലും നമുക്ക് വില കുറച്ച് അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് ശരി. അപ്പൊ 1,70,000 നമ്മളത് ലാസ്റ്റ് 2022 ഡിസംബർ മോഡൽ വണ്ടി, ഏറ്റവും പുതിയ മോഡൽ, ഡിജിറ്റൽ മീറ്റർ എല്ലാം വരുന്ന മോഡൽ. അടുത്തത് സ്റ്റാൻഡേർഡ് കൂടി 2018-19 വണ്ടി കൊടുക്കാമല്ലോ. എത്ര കൊടുക്കാണോ മക്കളെ? ഞാൻ വില നോക്കുന്നില്ല, വില പറഞ്ഞോ. ഞാൻ വില ഒന്നും നിങ്ങൾ നോക്കണ്ട. 44,000 കിലോമീറ്റർ എത്ര ഞാൻ പറയുന്നുണ്ട്. ആ വണ്ടിയുടെ ക്വാളിറ്റി കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കിലോമീറ്റർ ഒന്നും അല്ല, വണ്ടിയുടെ ക്വാളിറ്റിയാണ്. 2018-19 രജിസ്ട്രേഷൻ. 2018-19 രജിസ്ട്രേഷൻ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെയൊക്കെ അവിടെ ഒരു 1 ലക്ഷമൊക്കെ വരാറുണ്ട്. ഇവിടെ എത്ര വരും? 2019 വണ്ടി നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞോട്ട് ഒരു 98 രൂപയ്ക്ക് കൊടുക്കാം. 98 രൂപ കൊടുക്കാം. കൊടുത്തുവിടെ, കോട്ടെ കൊണ്ടുപോട്ടെ. 98 രൂപ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. ആ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ. കിലോമീറ്ററും കുറവാണ്, 44,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു നോക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്ത ക്ലാസിക് 350 2021 ഇതും ലാസ്റ്റ് എഡിഷൻ. 2021 ലാസ്റ്റ് വന്ന മോഡൽ വണ്ടി. ഫ്രണ്ടും ബാക്കും ABS വരുന്ന മോഡൽ വണ്ടിയാണ്. ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് ഒക്കെ 1,55. 3 കളർ ഇറങ്ങിയാൽ 1,46 നമുക്ക് കൊടുക്കും. 1,46 നമുക്ക്. ഇതിന്റെ വേറെ ഒരു കളേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പച്ച കളർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വരുമ്പോഴും ആ മോഡൽ തന്നെ, സെയിം മോഡൽ. ഇത് 2000 ഒരെണ്ണം 19,000 കിലോമീറ്റർ ഓടി, ഒരെണ്ണം 20-something കിലോമീറ്റർ ഓടിയിട്ട്. ഇത് 19,000. ഇത് വരുമ്പോ 23,000 കിലോമീറ്റർ ഓടി. രണ്ടിന്റെ റേറ്റ് ഒന്നാണ് കൊടുക്ക്. 1,46 വെച്ച് രണ്ടും കൊടുക്ക്. പിന്നെ വരട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 1,46,000 രൂപക്ക് കിടിലം വണ്ടി. ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ 10 രൂപ ഇറക്കാൻ പറ്റുമോ? 10 രൂപയ്ക്ക് പറ്റത്തില്ല. ഏകദേശം ഒരു 15 രൂപ. ബുള്ളറ്റ് ഒക്കെ എടുക്കുമ്പോൾ മാക്സിമം ഒരു 25 രൂപ അടച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 15 രൂപയ്ക്ക് നമുക്ക് സിവിൽ സ്കോർ ഉള്ള രാഷ്ട്രീയങ്ങൾക്കാണ് നമുക്ക്. അപ്പൊ നമുക്ക് 20,000 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഇച്ചിരി പൊടിയൊക്കെ ഇരിക്കുന്ന തുടച്ചു കഴിഞ്ഞാൽ കണ്ണാടി പോലെ മുഖം കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, അവിടെ പുറത്ത് നല്ല പണി നടക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അടുത്തത് മക്കളെ സിഗ്നൽ 2019 ഫ്രണ്ട് ബാക്കും ഡ്യുവൽ ഡിസ്ക് ബ്രേക്കും ABS വരുന്ന മോഡലാ. ഇട്ടിരിക്കുന്ന പ്രൈസ് ഒക്കെ കണ്ടല്ലോ. അതൊന്നും നോക്കണ്ട, നമുക്ക് കൊടുക്കാം. 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 1,20,000 രൂപ വണ്ടി. 2019-20 രജിസ്ട്രേഷൻ. 2019-20 പീസ് വണ്ടി. ക്ലീൻ പീസ് വണ്ടിയാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വലിയ രീതിയിലില്ല. ചെറിയ സ്ക്രാച്ച് വരുമല്ലോ. ചെറിയ അതിപ്പോ കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് മാറ്റി അത് പോളിഷ് മെഷീനകത്ത് പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നില്ലേ, ഒരു കസ്റ്റമർ വന്നിട്ട് നല്ല സംഭവം മാറ്റി കൊടുത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഫോട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? ഗ്യാരണ്ടി കൊടുക്കുന്ന നമ്മളിപ്പോ കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും 10 ദിവസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. 10 ദിവസത്തിനകത്ത് ഇനി ഒരു ബൾബ് പോയാലും നമ്മൾ തന്നെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് 2 മാസം തൊട്ട് 6 മാസം വരെയുള്ള എഞ്ചിൻ വാറണ്ടി. ഒരു വണ്ടിയുടെ മോഡൽ അനുസരിച്ചിട്ട് എഞ്ചിൻ വാറണ്ടിക്കകത്ത് മാറ്റങ്ങൾ വരും. പിന്നെ അല്ലറ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാ എല്ലാ കാര്യങ്ങളും ഈ 10 ദിവസം അവർക്ക് നോക്കാം. 10 ദിവസം വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേറെ ഷോറൂമിൽ കേട്ടിട്ടുണ്ട്, ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനുള്ള വണ്ടി എടുത്തെങ്കിൽ കംപ്ലൈന്റ് ഒന്നും അവർക്ക് വണ്ടി വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പൈസ എടുക്കും. ഫിനാൻസ് ഇടാത്ത വണ്ടിയാണ് തിരിച്ചെടുക്കും. ഫിനാൻസ് ഇടാത്ത വണ്ടിയാണ് വണ്ടി വേണ്ട. അങ്ങനെ ഒരു കേസ് ഇന്ന് വരെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഫിനാൻസ് വണ്ടി മാറ്റാൻ പറ്റില്ല. ഫിനാൻസ് ഇടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും ഫണ്ടും കാര്യങ്ങളും കയറി പോയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ തിരിച്ച് ക്ലോസ് ചെയ്ത് ഒരു EMI അടയ്ക്കാതെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം നഷ്ടം. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കസ്റ്റമർ അങ്ങ് ഓക്കെയാണ്. അങ്ങനെയുള്ള കേസ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഒരു വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഒരു ബുള്ളറ്റ് എടുത്ത് സൈഡ് ഡോറിന്റെ താഴത്തെ ഹിഞ്ചസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും തുറക്കുന്ന സാധനമല്ല. എയർ ഫിൽറ്ററിന്റെ ഒക്കെ സാധനമൊക്കെ വല്ല ആണ്ടിലൊക്കെ ഒന്ന് തുറക്കുന്നതാണ്. അതിന്റെ താഴെ എന്തോ ഇഞ്ചസിനകത്ത് എന്തോ തരുമെന്ന് പറഞ്ഞു. ആ ബോക്സ് ആണ് മാറ്റി കൊടുത്തത് 2,700 രൂപയ്ക്ക്. മാറ്റി കൊടുത്തത് ഇഞ്ചസ് എല്ലാം മാറ്റി കൊടുത്തത്, ആ ബോക്സ് അങ്ങ് മാറ്റി കൊടുത്തത്. ആ പ്രശ്നം അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 100% വിശ്വസിച്ചെടുക്കാൻ പിന്നെ ഷോറൂമാണിത്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് വണ്ടികൾ നമ്മുടെ ഗോഡൌണിൽ പോയി കാണിക്കണം. നമുക്ക് ഏകദേശം ഒരു 10-40 വണ്ടിക്ക് അടുത്ത് അവിടെ. ആ 40 വണ്ടികളിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള വണ്ടി ഇരിക്കുന്നുണ്ടോ? അത് നമുക്ക് കുറഞ്ഞ വണ്ടികളുണ്ട്. കുറഞ്ഞ വണ്ടി കുറഞ്ഞ വണ്ടി നമ്മളിപ്പോ ഈ ഇവിടെ വരുന്ന എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് നമുക്ക് കൂടുതൽ കുറഞ്ഞ വണ്ടികളായിട്ട് വരുന്നത്. അത് ആ വരുന്ന റേറ്റിന് ഇട്ടിട്ട്
നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. 7,000 രൂപയ്ക്ക് ഒരു ആക്റ്റീവ് വരെ കൊടുത്തില്ല, റീടെസ്റ്റ് ചെയ്ത വണ്ടി. ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടി എത്ര? നമുക്കൊരു 10-14 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല വണ്ടികൾ കൊടുക്കാം. 15 താഴെ കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് റേറ്റും കാര്യം അവിടെ പോയിട്ട് കുറക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റേറ്റ് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. അപ്പൊ ഈ വണ്ടിയിലേക്ക് നോക്കോ. എക്സ്പൾസ് വരുമ്പോൾ 2021 മോഡൽ, 2021 മോഡല് ക്ലീൻ പീസ് വണ്ടിയാണ്. കട്ടയുള്ള ടയറാണ്, നന്നായിട്ട് കട്ടയുണ്ട് കേട്ടോ. പക്ക പുതിയ സാധനം. ഓഫ് റോഡ് അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ, വേറെ പോവാന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ എന്തോ വണ്ടി എടുക്കാൻ ഓഫ് റോഡ് പോവാ, എണ്ണ അടിക്കാൻ പോവാ. പൈസ പൈസ അല്ല, നമുക്കിപ്പോ ചെറിയൊരു പൈസ കൊണ്ട് ഇതൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ചെറിയ പൈസ, നല്ല ക്ലീൻ പീസ് വണ്ടികൾ. ഈ വണ്ടിയൊക്കെ ഒരു 10 രൂപ 15 രൂപ നമുക്ക് ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടി നമുക്ക് ഫൈനൽ നമുക്ക് ഒരു 88 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2021 മോഡൽ വണ്ടി 88 രൂപയ്ക്ക് നമുക്ക് 88 രൂപ എവിടെയെങ്കിലും കിട്ടുക. ഇത് കിട്ടും. വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ കാണിച്ചു. ആൾക്കാർ ആയിരിക്കും വില കുറയ്ക്കുമ്പോൾ ഇവന് ഇത് സംഭവം എന്ത്, ഇതിനകത്ത് വണ്ടിക്കകത്ത് എന്താ കുഴപ്പമുണ്ട്, ഇതൊന്ന് നോക്കിയാൽ സാധനം ഒന്ന് കാണിച്ചാൽ. ക്വാളിറ്റി വണ്ടിയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കൊണ്ടുപോയി കസ്റ്റമർക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കാണിച്ചു കൊടുത്തേനെ. ഒന്നും ഇവിടെ നോക്കിയിട്ടും കാണുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. സീറ്റ് അടക്കം സെറ്റപ്പ് സംഭവമാണ്. അടുത്ത ഡൊമിനോർ ഇരിക്കുന്നുണ്ട്. 2000 ഏതൊക്കെ മോഡല്? 23 വണ്ടി വെറും 17,000 കിലോമീറ്റർ. 2023 വണ്ടി 17,000 കിലോമീറ്റർ. ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കുന്നതിന്റെ കാരണം എന്താ? എനിക്കൊരു കോൺഫിഡൻസിനോട് ചോദിക്കുന്നതാണ്. റേറ്റ് നോക്കണ്ടേ? മോനെ 2023 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 2023 എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് മാസം വണ്ടിയായത്. ഓഗസ്റ്റ് മാസം വണ്ടി. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു പ്രൈസിന് കൊടുക്കാം. ഇവിടെ ഇട്ടിരിക്കുന്ന വിലയൊക്കെ കണ്ട് പുറമോട്ട് വീഴണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ വിലയാണ്. 1.72 ഫൈനൽ കൊടുക്കും. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. 1.85 നമ്മൾ ലാസ്റ്റ് പ്രൈസ് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് 1.72 നമുക്ക് ഫൈനൽ. 1,72,000 രൂപക്ക് ഈ വണ്ടി നല്ല. 2023 ലാസ്റ്റ് വണ്ടി 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി സഹിതം അങ്ങോട്ട് കൊടുക്കും. 400 കിടിലം വണ്ടി. അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടേഴ്സ് ഇഷ്ടം പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഐറ്റം തുടങ്ങുമ്പോൾ ഡിയോ DX ഏതാ മോഡലൊക്കെ ഇരിക്കണം? ഡിയോ DX വരുമ്പോൾ 2019 കാർബറേറ്റർ ഉള്ള മോഡൽ വണ്ടിയാ. 2019 കാർബറേറ്റർ വണ്ടി. ഡിജിറ്റൽ മീറ്റർ വരുന്ന ഡീലക്സ് മോഡൽ വണ്ടിയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കൊടുക്കാം ഒരു 52 രൂപ 53 രൂപ റേഞ്ചിനകത്തൊക്കെ. ഈ വണ്ടികൾ ഏകദേശം എല്ലാ വണ്ടികളും ആ റേഞ്ചിലുള്ള വണ്ടികളാണ്. 2020 21 22 ആ റേഞ്ചിലോട്ടുള്ള വണ്ടികളാണ് ഇരിക്കുന്നത് മൊത്തം. ഇതൊക്കെ എത്ര റേറ്റ് വരാം? ഏകദേശം ഇത് 2022 വരുമ്പോഴത്തേനും ഒരു 68 രൂപ. ബെസ്പ വരുമ്പോൾ 2020 മോഡൽ വണ്ടിയാ. ഇത് നമുക്ക് ഒരു 53 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 14,000 കിലോമീറ്റർ. ഇത് വരുമ്പോൾ 2019 വണ്ടിയാ. ഇതും കൊടുക്കാം 55 രൂപയ്ക്ക് അകത്ത് നിർത്തി കൊടുക്കാം. 55 രൂപ കടക്ക് കൊടുക്കാം. 2021 ഈ വണ്ടി കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാ. ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം ഒരു 63 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 63 രൂപ കൊടുക്കൂല? 63 രൂപ കൊടുക്കും. ഞാൻ ഇടക്കിടക്ക് നോക്കണം. 2021 വണ്ടിയാ. ഇതും കൊടുക്കാം. നമുക്ക് ഈ പറഞ്ഞ റേറ്റിനകത്തെല്ലാം നമുക്ക് ഈ വണ്ടികൾ കൊടുക്കാൻ പറ്റുന്നത് 60, 62, 63 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപയ്ക്കകത്തുണ്ട് ഈ വണ്ടികളെല്ലാം ഇറക്കാം. ഈ 60 നമുക്ക് അങ്ങനെ ഇറക്കാം. ഈ പറഞ്ഞ കൂട്ടർ 60, 62 രൂപയ്ക്കകത്ത് വില വരുന്ന വണ്ടികളാണ്. പിന്നെ ഈ പറയുന്ന വിലക്കകത്ത് നമ്മൾ ഒറ്റ സ്ട്രക്ചർ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തത് കൊടുക്കൂലോ, കുറഞ്ഞു പോയാലും. അല്ല, നമ്മൾ ഈ വണ്ടിക്ക് വില പറയാതെ വിടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വീഡിയോകൾ നോക്കുമ്പോൾ വിലയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി ഓടി അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ സാധനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നു നിൽക്കും. ഇത് അതൊന്നും കണ്ടിട്ട് ഏകദേശം ഇതിനടുത്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഈ വണ്ടികളെല്ലാം സെയിം വണ്ടികളായതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചിട്ട് പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവൂലേ? ഉണ്ടാവും. റൈഡേഴ്സ് എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്താൽ. അടുത്ത് നമുക്ക് ഒരു RC-ലേക്ക് പോകാം. ഒരു RC 200 കാണിച്ചോ. 1000 കിലോമീറ്റർ 2023. എത്രയാണ് കിലോമീറ്റർ? 12,000 കിലോമീറ്റർ 2023. 12,000 കിലോമീറ്റർ 2023 മോഡല്. ഷോറൂമിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ റൈഡേഴ്സ് ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. KTM എന്നൊരു ബോർഡ് ഇല്ലാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ ഇതിനകത്ത്. ഷോറൂമിന്റെ പേര് KTM എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതേപോലെ ഇരിക്കുന്ന വണ്ടിയാ. കൊടുക്കും മക്കളെ. 1.65 കൊടുക്ക്. 1,60,000 രൂപ കൊടുക്കുക. ആരെങ്കിലും കൊടുക്കുമെന്ന് എനിക്കൊന്നും അറിയണം. നല്ല റേറ്റ് കുറച്ചിട്ടുണ്ടല്ലോ. 2023 1.60 കൊടുക്കണം മക്കൾ. ആരെങ്കിലും കൊടുക്കുമോ ഞാൻ നോക്കട്ടെ. വിലക്ക് 2023 മോഡൽ RC 200 വെറും 17,000 കിലോമീറ്റർ 1,60,000 രൂപ. 1,60,000 രൂപ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. നമുക്ക് എടുക്കാൻ പറ്റൂലേ? പിന്നെ ഞാൻ എടുക്കും. 2023 ഇത്രയും ലോ കിലോമീറ്റർ ഒരു സിംഗിൾ സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടി. ചലഞ്ച് ചെയ്താലും നമുക്ക് ചലഞ്ച് ചെയ്യുക. V4 കൊടുക്കുക. ഇതും ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? 1,40,000 രൂപയ്ക്ക് V4 ആരെങ്കിലും കൊടുക്കുമെന്നു ചോദിച്ചു. 2022-23 വണ്ടി 1,40,000 രൂപയ്ക്ക് ആരെങ്കിലും കൊടുക്കുമെന്നു ചോദിച്ചേക്കണം. നമ്മൾ കൊടുക്കുവാടോ മക്കളെ, കൊണ്ടുപോട്ടെ. അടുത്ത് V3 കൊടുക്കുക. ആ വിലക്ക് തന്നെ കൊടുക്കുക. 2022-23 വണ്ടി 1,40,000 രൂപ കൊടുക്ക്. നമ്മൾ ഇട്ടിരിക്കുന്ന വിലയൊക്കെ കണ്ടല്ലോ. കാണിക്കുന്നില്ല. അടുത്തത് ഇതൊരു അവതാര സാധനമാണ്. 14,000 കിലോമീറ്റർ നോക്കിക്കോ. അവതാരം 14,000 കിലോമീറ്റർ ഒന്ന് കാണിച്ചോ. ഈ വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുത്തു. PPF സഹിതം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഒന്നും ചെയ്യാനില്ല. സ്ക്രാച്ച് പോലും വീഴത്തില്ല. PPF ചെയ്തേക്കുന്നത്. 14,000 കിലോമീറ്ററോടെ 2020 മോഡല് BS4 വരുന്ന ഈ സാധനം നമുക്ക് കൊടുക്കാം. 1.18 കൊടുക്കാം.
എത്ര ഇട്ടേക്കുന്നത്? 1.30. ആ, അതാണ് ഇവിടുത്തെ വില. അല്ല വിൽക്കും, ആ വിലക്ക് വിൽക്കും. നമ്മുടെ വീഡിയോക്കകത്ത് എടുക്കണം ആൾക്കാർ. അതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ വീഡിയോയില് ആരും വില ഒരാള് പോലും കമന്റ് പറയാൻ പാടില്ല വില കൂടി പോയി അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി വണ്ടി കിട്ടിയില്ല. വില കുറഞ്ഞാലും ഞങ്ങൾ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല, ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് വില കുറയ്ക്കും. അതെങ്ങനെ സാധിക്കും? സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വില കുറച്ചൊരു സാധനം കിട്ടണമെങ്കിൽ 15,000 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 10,000 രൂപയ്ക്ക് കിട്ടണം, അതിന്റെ ക്വാളിറ്റി കുറയും. ഇത് ക്വാളിറ്റി എത്രത്തോളം കൂടുതൽ കിട്ടുമോ വില മാക്സിമം നമുക്ക് ഇച്ചിരി കുറച്ച് ലാഭം മതിയുടെ ബിസിനസ് കൂടുതൽ കിട്ടിയാൽ. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, എനിക്ക് കൂടുതൽ കസ്റ്റമർ വേണം. എനിക്ക് എപ്പോഴും ഞാൻ ചോദിക്കാൻ തന്ന കേസാണ്, എങ്ങനെ നിങ്ങൾ ഇത്ര വില കുറച്ചിട്ട്? എനിക്ക് കൂടുതൽ കസ്റ്റമറെ കിട്ടണം, എനിക്ക് കുറച്ച് ആൾക്കാരോട് കൂടുതൽ സംസാരിക്കണം. എനിക്ക് സംസാരമാണ് എന്റെ മെയിൻ. ആളൊരു സംസാരപ്രിയനാണ് പൊതുവെ. നല്ല ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഒരു ചെറിയ ഒരു 50 പൈസ എടുത്തതിനകത്ത് മുടക്കണം. അതേപോലത്തെ വണ്ടികളാണ് ഞാൻ എടുത്തോണ്ട്. കാരണം എനിക്കിപ്പം 250 വണ്ടി ഇവിടെ കയറ്റി വെക്കാൻ പറ്റാത്തോണ്ടൊന്നല്ല, ദൈവാനുഗ്രഹം കൊണ്ട് പറ്റും. പക്ഷെ ഞാൻ പോകുമ്പോൾ എനിക്ക് എടുക്കുന്ന ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാളിറ്റി നോക്കി വണ്ടികൾ വണ്ടി നോക്കിയാൽ വിശ്വസിച്ചെടുക്കാം. പിന്നെ വേറെ കേസ് പറയാന്നുള്ളത്, നമുക്ക് ഈ വണ്ടികളെല്ലാം വിറ്റ് തീർത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം ഒരു പെരുന്നാൾ വീഡിയോ സ്പെഷ്യൽ ചെയ്യണം. പിന്നെന്താ അല്ലേക്കാ, പെരുന്നാളിന് മുമ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അടുത്ത അവഞ്ചർ അങ്ങോട്ട് കൊടുക്കും. 160 2020 മോഡല്, ABS വരുന്ന മോഡല്. അവഞ്ചർ ചോദിച്ചിട്ട് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവഞ്ചർ ഒന്നും ഷോറൂമിൽ കാണാനില്ല. എന്റെ പൊന്നു മക്കളെ, കൊടുക്കുന്ന വില അറിയാവോ? വില എത്ര കൊടുക്കുന്ന വില അറിയാവോ? പറഞ്ഞോ. 48 രൂപ. 48 രൂപ? 48,000 രൂപയ്ക്ക് ഈ ആണ്ട് എമ്മണ്ടം സാധനം. 48,000 ചിലപ്പോൾ ഫുൾ ഫിനാൻസ് കൂടുതൽ ഫിനാൻസ് കിട്ടാൻ സാധ്യത. ഫുൾ ഫിനാൻസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ അത് മിണ്ടുന്നില്ല, എന്നെ കൊണ്ട് മിണ്ടിപ്പിക്കരുത്. അപ്പൊ വില കുറച്ച് അടുത്ത വണ്ടി വന്നിരിക്കുന്നു 220 കൊടുക്കാൻ 2018-19 രജിസ്ട്രേഷനുള്ള വണ്ടി. 2018 കൊടുക്കണം, നല്ലപോലെ കാണിച്ചു കൊടുക്കാനാണ് വണ്ടിയുടെ വണ്ടി നല്ലപോലെ കണ്ടോ, കുഴപ്പങ്ങളും കാര്യമൊന്നും ഇവിടെ സ്റ്റിക്കർ പോയിട്ടുള്ളൂ, അത് കുഴപ്പമില്ല. അതൊക്കെ കാര്യമൊന്നുമില്ല, കൊച്ചു പിള്ളേരല്ലേ, അത് പോണല്ലോ. ശരിയാവും. ഇത് സ്റ്റിക്കർ വണ്ടിക്കകത്ത് വരുന്നല്ലേ, അഡീഷണൽ സ്റ്റിക്കർ ആകുമ്പോൾ പൊളിഞ്ഞു പോകും. കളഞ്ഞാൽ മതി, സ്റ്റിക്കർ നോക്കിയാൽ മതി. നമ്മുടെ റേറ്റ് ഒക്കെ പറ. ഇത് നമുക്ക് കൊടുക്കാം മോനെ, കൊടുക്ക്. 49 രൂപയ്ക്ക് കൊടുക്കും. 49 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. ഇത്ര ആലോചിക്കുന്നത് എന്താന്ന് നോക്കുമ്പോ എത്ര കുറയ്ക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നതിന് ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റേറ്റ് നോക്കുന്നുണ്ട്, പുള്ളി മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നേട്ടാ. ഇതൊക്കെ വേണം റേറ്റ് നോക്കാം. ഞാൻ വില പറയാൻ പോവാ. 2023 വണ്ടി, കിലോമീറ്റർ ഓടിയേക്കുന്നത് 2023 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് ചോദിക്കണ്ടല്ലോ, സിംഗിൾ ആയിട്ടല്ല, അരക്കകത്ത് നിൽക്കുക. അര കിലോമീറ്റർ. അപ്പൊ ഓടിയിട്ടില്ല വണ്ടി? സിംഗിൾ അല്ല, സിംഗിൾ ഓണർ അല്ല, അര ഓണർ ആയിട്ടുള്ളൂ. 13,485 കിലോമീറ്റർ, വെറും 13,000 കിലോമീറ്റർ. ഇനി കസ്റ്റമർ 1.5 വർഷത്തെ വാറണ്ടി ബാക്കി കിടക്കുന്നുണ്ട്. 1.5 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി പുതിയതായിട്ട് എടുത്ത് ബാക്കി ഇനി 1.5 വർഷം കിടപ്പുണ്ട്. ഒന്നും നോക്കാനില്ല, ഒരു സാധനം നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ റേറ്റ് എത്ര വരും? കൊടുക്കണം മക്കളെ, 1,55,000 രൂപയ്ക്ക് 2023 വണ്ടി കൊടുക്കും. 1,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ മുതലാവുക വണ്ടി? കൊടുക്കണം. അവരുണ്ട് കച്ചവടക്കാർക്ക് കൊടുത്താൽ അവർക്ക് ലാഭം കിട്ടും. കച്ചവടക്കാർ എടുത്തോണ്ട് പോട്ടെ, കച്ചവടക്കാർക്ക് എടുത്തോണ്ട് പോയാൽ അവർക്ക് ലാഭം കിട്ടും. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചോളൂ. വണ്ടി ഇത് പറഞ്ഞല്ല സ്റ്റോക്ക് ഉള്ളൂ. ഇതിന്റെ 125 ഉണ്ട്, അത് നമുക്ക് അവിടെ കാണാം. അപ്പൊ ഈ വണ്ടി വരണുള്ളൂ, കോൺടാക്ട് ചെയ്തോട്ടോ. അടുത്ത വരുന്നത് 2022 അലുവ പീസ് ആണ് ABS വരുന്നത്. 2022 വണ്ടി NS 200 കൊടുക്കാൻ പോവാ. ഓഫർ പ്രൈസ് 2022-23 വണ്ടി 1,18,000 രൂപയ്ക്ക് കൊടുക്കുക. 1,18,000 രൂപ. 1,10 ഫിനാൻസ് കൊടുക്കുക. വെറും 8,000 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് NS 200 ഫോട്ടോ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് വന്നിട്ട് നമ്മുടെ എംബ്രോയിഡേഴ്സ് എല്ലായിടത്തും പറയട്ടെ എവിടെ നിന്ന് എടുത്താന്നുള്ളത്. സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. അടുത്തത് 2021 യൂണിക്കോൺ. ഇതിനകത്ത് വില പറയുമ്പോൾ ജീത്തൊന്നും വിളിക്കരുത്, ഞാൻ ഇച്ചിരി വില പറയും. എന്താ വില? ഇത് വരുമ്പോൾ നമുക്ക് കണ്ടേ ഫൈനൽ വിലയാ, അതിനകത്ത് ഒന്നും കുറയ്ക്കാനൊന്നുമില്ല. വണ്ടിയുടെ ക്വാളിറ്റി കൂടെ മോനെ കാണിച്ചു കൊടുത്തു. ഒരു വര ഉണ്ടെങ്കിൽ അവർ എടുക്കരുത്, നമ്മൾ അവർ വരുന്ന വണ്ടിക്കൂലി തിരിച്ചു കൊടുക്കും. ഈ വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. 85 രൂപയ്ക്ക് 85 രൂപ 1,52,000 വിലയാവും. വലിയ രീതിയിൽ വണ്ടി കുറക്കാൻ പറ്റാത്ത കാര്യം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമേ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് ഏകദേശം തൊട്ടടുത്ത് വില നിൽക്കുന്ന വണ്ടിയാണ്. ഞാൻ ഇവിടെ വില ഇട്ടിരിക്കുന്ന 90,000 രൂപ. 1,000 രൂപയെങ്കിലും നമുക്ക് ലാഭം വേണമല്ലോ. ഒരു 85 രൂപയ്ക്ക് നമുക്ക് 85,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അടുത്ത സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ടോ? ഇതിനൊക്കെ എങ്ങനെ പറയുന്നത്? ഇതൊക്കെ സ്വർണം പോലെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ സ്പ്ലെൻഡർ നല്ല നമ്മൾ പറയേണ്ടത്. പിന്നെ എന്ത് പറയും? ഇത് കൊടുക്കുന്നത് 2024 വണ്ടി കൊടുക്കണം. 2024 വണ്ടി KL 21 ഗുഡ് കണ്ടീഷൻ പഴയ സ്റ്റിക്കറും കിട്ടും. പഴയ മോഡൽ സ്റ്റിക്കറും ഉണ്ട്. അതുകൊണ്ട് ആ മോഡൽ വരുന്ന വണ്ടി ഏത്? ഇതിനകത്ത് വരുന്ന മറ്റേ ഇതെല്ലാം ഉണ്ട്, ചാർജറും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. കിലോമീറ്റർ ഓടിക്കുന്ന വെറും 6,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ ആവുമ്പോ ഒന്നും നോക്കാനില്ല. 2024 വണ്ടിയാ. കൊടുക്കട്ടെ, കൊടുക്ക്. വില നോക്കിയിട്ടുണ്ട്. ഇയാള് വില നോക്കിയില്ല? വില ഞാൻ നോക്കി. 72 രൂപയ്ക്ക് കൊടുക്കും. 22,000 രൂപക്ക് 2024 മോഡൽ വണ്ടിയാണ്. കൊടുക്കുവാന്നേ. അപ്പൊ വണ്ടിയുടെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. വണ്ടിയുടെ ഇയർ നിങ്ങൾ നോക്കണം. 2024 മോഡൽ വണ്ടിയാണ് കിട്ടാൻ. 6,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ കസ്റ്റമർ എന്തോ ഓടിയതൊക്കെ എടുത്തിട്ട് പുതിയ വണ്ടി എടുക്കണ എടുക്കാം. അടുത്ത HF Deluxe കൊടുക്കുവാണ് 22 മോഡൽ. വില നോക്കാന്ന് പറയാൻ പോവാ. വില ഞാൻ നോക്കും.
2022 മോഡൽ വണ്ടിയുടെ ക്വാളിറ്റി കൂടെ 18,000 കിലോമീറ്റർ, ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്, ടയർ എല്ലാം ഓക്കെയാണ്. എന്തോ നോക്കാൻ ഇവിടുത്തെ ടയർ നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾ വണ്ടി എടുക്കുക, ഓടിക്കുക. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മോനെ നാട്ടെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നോക്കുക, കംപ്ലൈന്റ് മാറ്റിക്കൊണ്ട് പോവുക. ഇതെല്ലാം കാര്യങ്ങളേ ഉണ്ട്. എല്ലാം ഓക്കെ എന്നിട്ടുണ്ട് വണ്ടിയിൽ. എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം പക്കയായിരിക്കും. റേറ്റ് പറയാ 50 രൂപ കൊടുത്തത്. 50 രൂപ 59,000 രൂപയാണ് പുള്ളി ഇട്ടേക്കുന്നത്. സ്പോട്ട് 9,000 ഡിസ്കൗണ്ട്. അതങ്ങ് കൊടുത്തേരങ്ങ്. നോർമൽ ഷോപ്പിലൊക്കെ നമ്മൾ 59,000 റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു നോർമൽ ഷോപ്പില് ഞങ്ങളുടെ വീഡിയോക്കകത്തൊന്നും ആരും വില പോലും പറയുന്നില്ല. നിങ്ങൾ വന്നോ ഞങ്ങൾ ചെയ്യാമെന്നാ പറയുന്നത്. ഇതൊന്നുമല്ല, നിങ്ങൾ വരണ്ട, ഇത് അവിടെ നിന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ വണ്ടികൾ നമ്മൾ കഴിഞ്ഞില്ലേ? ഏകദേശം എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇത്രയും വണ്ടികൾ കാണിച്ചാൽ മതി ഇവിടെ. എന്നിട്ട് ബാക്കി നമുക്ക് ഗോഡൌണിലെ കുറച്ച് വണ്ടിയുടെ കാണിക്കാം. കാണിച്ചിട്ട് നമുക്ക് ബാക്കി ഹെൽമെറ്റ് ഒക്കെ എങ്ങനെ സംഭവം? ഹെൽമെറ്റ് നമുക്ക് ഇപ്പൊ വണ്ടിയുടെ കൂടെ കൊടുത്തോണ്ടിരിക്കുന്ന ഹെൽമെറ്റ് തീർന്നിരിക്കുക. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് സ്റ്റോക്കിനകത്ത് വരും. അത് അവിടെ കാലിയായിട്ട് കിടക്കുന്നത്. അന്നേരം ഇത് നമ്മൾ സെയിലിന് വേണ്ടിയുള്ള ഹെൽമെറ്റാ. പിന്നെ കസ്റ്റമർ പറയുവാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പറയുന്നോട്ട് നമ്മളിപ്പോ ഓഫറിന്റെ ഇപ്പോൾ ഒരു ഹെൽമെറ്റ്, സാധാ ഹെൽമെറ്റ് നമ്മൾ ഇതിന്റെ കൊടുക്കുന്നതിന്റെ ഒരു 700 രൂപ 750 രൂപ റേഞ്ച് വരുന്ന ഒരു ഹെൽമെറ്റ് നമ്മൾ വണ്ടിക്ക് കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു 2,000 രൂപയ്ക്ക് അടുത്ത് വരും. ഒരു 750 എന്നുള്ള നമ്മൾ ഒരു 1,000 രൂപ കുറച്ച് കൊടുക്കും ഇതിനകത്ത്. ഈ ഹെൽമെറ്റ് ഇപ്പൊ 2,000 രൂപ ഹെൽമെറ്റ് ആണ്, 1,000 രൂപ അടച്ചാൽ മതി. ഇതങ്ങ് കൊണ്ടുപോകാം വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ. നോർമലി നമ്മളൊരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹെൽമെറ്റ് ആണ് 2 ഹെൽമെറ്റ് ആണ് കൊടുക്കുന്നത്. ഒരെണ്ണെ കൊടുക്കാൻ മാർഗമുള്ളൂ. കാരണം ആ ഒരു വില ഇട്ടിട്ടുള്ളൂ ഞങ്ങൾ ഇതിനകത്ത്. 2 ഹെൽമെറ്റ് ഒന്നും കൊടുത്ത് നമ്മൾ കട നടത്താൻ നോക്കാം. ഇപ്പൊ ആരെങ്കിലും പെട്ടെന്ന് 2 ഹെൽമെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില ഒരു കേസൊക്കെ നമ്മൾ എന്തായാലും വിട്ടുവീഴ്ച ആണെന്നല്ലോ ഇതിനകത്തുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരാൻ നേരത്തെ 2 ഹെൽമെറ്റ് ഉണ്ടെന്ന് വാശി പിടിക്കരുത്. പുള്ളി ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊടുക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡീലർക്ക് വേണമെങ്കിലും വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന പല വണ്ടികളും ഇതിനകത്തുണ്ട്. ചില വണ്ടികൾ നമ്മൾ വില പറയുമ്പോൾ ചില വണ്ടികൾ ചിലപ്പോൾ ആൾക്കാർ അതിന് അങ്ങനെ വിലയായി. ഇങ്ങനെ നിങ്ങൾ വന്ന് വണ്ടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തു. നമ്മൾ ഇന്നിപ്പോ ഇവിടെ പരിചയപ്പെട്ട ഏകദേശം ഒരു 85-90% വണ്ടികളും മാക്സിമം കുറച്ചിട്ടാണ് പറഞ്ഞത്. മാക്സിമം ഡീലർ പ്രൈസ് പോലത്തെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ വണ്ടിയുടെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് ഗോഡൌണിൽ പോയിട്ട് നമ്മുടെ മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, വാ. അപ്പൊ ഗായ്സ് നമ്മൾ ഷോറൂമിൽ നിന്ന് ഗോഡൌണിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഗോഡൌണിൽ നമുക്ക് കുറച്ച് കിളി വണ്ടികൾ ഇരിപ്പുണ്ട്, അതൊക്കെ കാണിക്കാം. ഗോഡൌൺ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി. ഇതും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്, കിടിലൻ വണ്ടികളാണ്, പുതുപുത്തം പോലത്തെ വണ്ടികളാ. അവിടെ ഇവിടുന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി ഈ റൂമിൽ വന്നതിന് ശേഷമാണ് ഗോഡൌണിലോട്ട് വരുന്നത്. ഇതേ ക്വാളിറ്റി തന്നെയാണ് ഗോഡൌണിലും വരുന്നത്. ഇതിനകത്ത് ഇനി പോളിഷ് മാത്രം ബാക്കി വരുത്തുള്ളൂ. ലാസ്റ്റ് അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ പോളിഷ് കൂടെ ചെയ്തിട്ട് അങ്ങോട്ട്. അപ്പൊ അതാണ് സംഭവങ്ങള്. ഇക്കൊരു സ്പെഷ്യൽ ബുള്ളറ്റ് എന്നോട് പറഞ്ഞായിരുന്നു. 2015 നമുക്ക് കൊടുക്കണം മക്കളെ. 2015 ബുള്ളറ്റ് 500 വണ്ടി. 500 എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും മൈലേജ് ഇല്ലെന്ന്. പക്ഷേ ഇത് കാർബേറ്ററിനകത്തോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 500 ബുള്ളറ്റിനകത്ത് കാർബേറ്റർ വരത്തില്ല. ഇത് കാർബേറ്ററിനകത്തോട്ടാണ് പുത്തൻ കാർബേറ്റർ സഹിതം ഈ സാധനം കിക്കർ ഉള്ള മോഡലാണ്. ഇത് നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പോവാം. എന്താണ് ഓഫർ? കൊടുക്കണം മോനെ. ഒരു ബുള്ളറ്റ് എടുക്കാൻ നിൽക്കുന്നത് നമ്മൾ 350 ക്ലാസിക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാം. 55 രൂപയ്ക്ക് നമുക്ക് വേണ്ടി. 55,000 രൂപ 2015 വണ്ടി. 2015 മോഡല്. കിലോമീറ്റർ അത് ഓക്കെ അല്ല. കിലോമീറ്റർ അത് കറക്റ്റ് ആയിരിക്കത്തില്ല. കിലോമീറ്റർ കുറവായിരിക്കും. അവർ പറഞ്ഞ 32,000 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 55,000 രൂപ എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറവ് കാര്യങ്ങൾ. കാർബേറ്ററിനകത്ത് കൺവേർട്ട് ചെയ്ത വണ്ടി. 500 സാധാരണ കാർബേറ്റർ അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈലേജ് കിട്ടും. മൈലേജ് നമ്മുടെ 350 ക്ലാസിക്കിന്റെ അതേപോലെ മൈലേജ് കിട്ടും. അതിനുള്ള കിക്കറുള്ള മോഡലുമാണ്. കിക്കറുണ്ട്, കാര്യങ്ങൾ, ഡിസ്ക് ബ്രേക്ക്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, എല്ലാ സെറ്റപ്പ് ആണ്, കിടിലൻ വണ്ടിയാണ്. അടുത്തത് പാഷൻ പ്രോ. പാഷൻ പ്രോ എന്നൊക്കെ പറയുമ്പോൾ മക്കളെ നമ്മൾ വിചാരിക്കും ഷോറൂമിൽ ഇരിക്കുമായിരിക്കും എന്ന് വിചാരിക്കും. 2019 വണ്ടിയാണ്. 2019 ഈ കണ്ടീഷനുള്ള ഒരു 19 വണ്ടി ഞാൻ എന്റെ സ്വപ്നത്തിൽ ഇതുവരെ ആദ്യമായിട്ടൊക്കെ കാണാം. ക്വാളിറ്റി വണ്ടി കൊണ്ട് പറയുന്നില്ല. ഹൈ ക്വാളിറ്റി ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡൽ. ഹൈ ക്വാളിറ്റി ഡിസ്ക് ബ്രേക്ക് ഉള്ള 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് 19 ലാസ്റ്റ് ഇറങ്ങിയ കാർബേറ്റർ മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഫൈനൽ വില എന്ന് പറയുമ്പോൾ 62,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി സഹിതം നമുക്ക് കൊടുക്കാം. ഈ വണ്ടി നമുക്ക് ഫൈനൽ വരുമ്പം ഒരു 52,000 രൂപയ്ക്ക് നമുക്ക്. 52,000 രൂപ എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യണ്ട. കാരണം ഈ വണ്ടി i3s കൂടെ വരുന്ന മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ കാർബേറ്റർ മോഡൽ വണ്ടിയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ആയിട്ട് അതിനകത്ത് ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡൽ 1 വർഷം കണ്ടേ ഉള്ളൂ. ആ മോഡൽ സാധനം ഇത് 52,000 രൂപ. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? 5 രൂപ വേണ്ടി വരത്തില്ല. ഒരു 3 രൂപ അടച്ചാൽ നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം. 3,000 ഡൗൺ പേയ്മെന്റ് വണ്ടി. അടുത്ത് സ്പ്ലെൻഡർ പ്ലസ് 2022 മോഡൽ വണ്ടി. 22 മോഡൽ 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഷോറൂമിൽ നിന്ന പയ്യന്റെ തന്നെ വണ്ടി. അതുകൊണ്ട് ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. നമ്മുടെ മുരുകാലയം ഷോറൂമിൽ നിന്ന പയ്യന്റെ വണ്ടി. ഷോറൂമിൽ നിന്ന പയ്യന്റെ വണ്ടി. അവനിപ്പോ ഗൾഫിലോട്ട് പോയത്. അന്നേരം ഈ വണ്ടി നമുക്ക് നമ്മുടെ ഈറോടെ ഷോറൂമിലെ തന്നെ വണ്ടിയാണ്. അന്നേരം അവിടുത്തെ പയ്യന്റെ തന്നെ, അവിടുത്തെ സെയിൽസിൽ ഏതോ ഒരു പയ്യന്റെ വണ്ടി. അന്നേരം അനന്തു എന്ന് പറയുന്നത് നമുക്ക്. അന്നേരം പുള്ളി ഇപ്പൊ തന്നിട്ട് ഗൾഫിൽ പോയതാ. റേറ്റ് എത്രക്കാ?
കൊടുക്കാൻ മോനെ 58 രൂപയ്ക്ക് കൊടുത്തരാം 2022 വണ്ടി. ആരെങ്കിലും കൊടുക്കുമെന്ന് നോക്കണം. ഇതും ആരെങ്കിലും കൊടുക്കുമെന്ന് നോക്കണം. 2022 58 രൂപയ്ക്ക് കൊടുത്തരാം. അപ്പൊ നമ്മൾ കുറഞ്ഞ വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് പറയാലേ. കുറച്ച് വണ്ടികളാണ് ഇവിടെ ഉണ്ടല്ലോ. എന്തോ അവിടോട്ട് പോകുന്നത് 2015 വണ്ടി കൊടുക്കാം 19,000 രൂപയ്ക്ക് ആക്റ്റീവ്. 2015 മോഡല് 19,000 രൂപ കൊടുത്തരാം. ആരെങ്കിലും കൊടുക്കുമെന്ന് നോക്കട്ടെ. നമ്മൾ വാശിക്ക് പറയുന്നതാ. 2016 മോഡലേ ഉള്ളൂ. പക്ഷെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. 2016 ക്വാളിറ്റി ഉണ്ടല്ലോ. ക്വാളിറ്റി വണ്ടി ജൂപ്പിറ്റർ അല്ലേ? 2016 വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തരാം. 29 രൂപയ്ക്ക് കൊടുത്തരാം. 29,000 രൂപയ്ക്ക് ക്ലീൻ പീസ് വണ്ടി ഇരിക്കുന്നുണ്ട്. ക്ലീൻ വണ്ടി കൊടുത്തരേ. അടുത്ത എൻടോർക്ക് ഇരിക്കുന്നുണ്ടല്ലോ. 2019 വണ്ടി കൊടുക്കാം. 2019 എൻടോർക്ക് 19 വണ്ടി കൊടു. എത്ര കൊടുക്കാം? 52 രൂപയ്ക്ക്. നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നവർക്ക് 52 രൂപയ്ക്ക് കൊടുത്തരാം. 52,000 രൂപ. 51 രൂപയ്ക്ക് കൊടുക്കും. 51,000 രൂപയ്ക്ക് 2019 മോഡൽ എൻടോർക്ക് കൊടുത്തരാം. 51,000 രൂപയ്ക്ക് കൊടുത്തരാം. ഈ NS വരുന്നത് 2018 മോഡൽ. 2018 മോഡൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ. ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഒരു 78,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 78,000 രൂപ 2018 മോഡൽ 200. അതെ, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എന്തോ കുഴപ്പമാണ്. വണ്ടി എടുക്കാൻ പോവാ. വണ്ടി എടുക്കുക, എണ്ണ അടിക്കാൻ പോകും. വണ്ടി എടുക്കാൻ എണ്ണ അടിക്കാൻ പോവാ. എണ്ണ നമ്മൾ അടിച്ചു കൊടുക്കും. ഒക്കുവാണെങ്കിൽ എണ്ണയും കൂടെ അടിച്ചു കൊടുക്കും. അത് നമ്മുടെ ഒരു പരിപാടി. ഞാനത് പറഞ്ഞ് പുള്ളിയെ തോന്നിപ്പിക്കുന്നില്ല. ഒക്കുവാണെങ്കിൽ നമ്മൾ എണ്ണയും കൂടെ അടിച്ചു കൊടുക്കും. അതൊക്കെ നമ്മുടെ അന്നേരത്തെ ഒരു കാര്യങ്ങൾ പോലൊക്കെ അങ്ങ് കറക്റ്റ് ചെയ്ത ഇതൊക്കെ ഞങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതായിരിക്കും. അടുത്ത വണ്ടി മക്കളെ 2018 മോഡൽ RS 200. നമ്മൾ അവിടെ 2020 കണ്ടോ അതേ ക്വാളിറ്റി ഉണ്ടോ നോക്കുക. അതേപോലത്തെ ക്വാളിറ്റി ഉണ്ട്. അതേപോലത്തെ ക്വാളിറ്റി ഉണ്ട്. കിടിലൻ വണ്ടി മോനെ കൊടുക്കുക. 88 രൂപയ്ക്ക് കൊടുക്കുക. 88 രൂപയ്ക്ക് കൊടുക്കുക. ഒരു 220 വിലക്ക് കൊടുക്കുക. 220 വിലക്ക് RS. പിന്നെന്തുവാ അടുത്ത് 2021 125 ഇടാ. 2021 മോഡൽ 125 കിലോമീറ്റർ എത്ര നോക്കട്ടെ. എനിക്ക് സമയം എന്താ, ഞാനൊന്ന് പറയട്ടെ. 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 125 കൊടുക്കട്ടെ. കൊടുക്കുക. 55 രൂപയ്ക്ക് കൊടുക്കുക. ആര് കൊടുക്കും? 2021 മോഡൽ 55 രൂപയ്ക്ക് കൊടുക്കുക. 2021 മോഡലല്ലേ? അപ്പൊ 55,000 രൂപയ്ക്ക് കിട്ടുന്ന ഡീലാണ്. ഫിനാൻസും കിട്ടും. ഡൗൺ പേയ്മെന്റ് എത്ര വരും പറയണെങ്കിൽ? 5 രൂപ അങ്ങോട്ട് കൊടുക്കും, വണ്ടിയും കൊടുക്കും. 5 രൂപ അങ്ങോട്ട് കൊടുക്കും, വണ്ടിയും കൊടുക്കും. 60,000 രൂപ ഫിനാൻസ് കിട്ടും. 60,000 രൂപ ഫിനാൻസ് കിട്ടും. ഫുൾ ഓൺ കിട്ടൂലേ വണ്ടി? അപ്പൊ ഫുൾ ഓൺ വണ്ടി എടുക്കാൻ പറ്റുന്നവർക്ക് 5 രൂപ അങ്ങോട്ട് കൊടുക്കും, വണ്ടിയും കൊടുക്കും. ചുമ്മാ പറയുന്നതല്ലത്. ചുമ്മാ അറിയാന്നല്ല. അപ്പൊ അതും കിട്ടും. അടുത്ത വരുന്ന ഡ്യുവൽ ചാനൽ ABS വരുന്ന 2019 NS 2019 മോഡൽ. വൈറ്റും ബ്ലാക്ക് കൂടെ വരുന്ന മോഡൽ. ഫ്രണ്ടും ബാക്കും ABS വരുന്ന മോഡൽ. ടയറും കാര്യങ്ങളും എല്ലാം പുതുപുത്തൻ വണ്ടി. റേറ്റ് 88 രൂപയ്ക്ക് കൊടുത്തരാം. 88 രൂപ. ABS വരുന്ന വണ്ടി കേട്ടോ. ഡ്യുവൽ ചാനൽ ABS വരുന്ന വണ്ടി 88 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഏകദേശം ഫുൾ ഫിനാൻസും കൊടുക്കാം. പുതിയ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഒന്നും നോക്കണ്ടല്ലോ. ഒന്നും നോക്കാം. അടുത്ത പ്ലാറ്റിന മോനെ 9,000 കിലോമീറ്റർ 2023. ഒരു ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന അതേപോലെ പോയിക്കോണം. ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന എങ്ങനെ അതേപോലെ പോയിക്കണം. 59 രൂപ. 59 രൂപ. വെറും 59,000 പുത്തൻ വണ്ടി. 59,000. രണ്ടെണ്ണം അത് തന്നെ. 59,000. ഇതൊരു 1,000 കൂടെ കുറച്ച് കൊടുക്കാം. ഇത് 58. 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വരുന്നത് വെറും 10,000 കിലോമീറ്റർ. ഇത് 9,800 കിലോമീറ്റർ. ഇത് 59, 58. ഇത് മൂന്നും അതേ മോഡലാ. ഇത് മൂന്നും ആ സാധനം. മൂന്നും സെയിം മോഡലാണ്. 2023 മോഡലുകളെല്ലാം. ഇതെല്ലാം നമുക്ക് 58, 59 റേഞ്ചിനകത്ത് നമുക്ക് ഏകദേശം ഒരു 5 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട്. 5 രൂപ മൂന്നും പുത്തൻ വണ്ടി. അതായത് ഷോറൂമിൽ കണ്ടീഷൻ എങ്ങനെ അതേപോലെ ഇരിക്കുന്നു. കിലോമീറ്റർ 10 താഴെയുള്ളൂ. ഒന്നും ഓടിയിട്ടില്ല. കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ലല്ലോ. ഇതൊക്കെ പുതിയ വണ്ടികളല്ലയോ. അടുത്തത് വരുന്ന 2021 മോഡൽ വണ്ടി. പ്ലാറ്റിന കൊടുത്തേരെ. 40 രൂപയ്ക്ക് കൊടുത്തേരെ. 40,000 പ്ലാറ്റിന 2021 രൂപയ്ക്ക്. 2021 മോഡൽ കൊടുത്തേരെ. പൾസർ ഇത് വരുമ്പോ 2018 മോഡൽ. ഇത് 180 അല്ലേ? 180 2018 മോഡൽ. 180 2018 മോഡൽ. 40 രൂപ. 40,000 രൂപയ്ക്ക് 180 2018 മോഡൽ ഫുൾ ഫിനാൻസ്. അടുത്ത പൾസർ 150. ഇത് വരുമ്പോ 2012 മോഡൽ. 19 രൂപ. 19 രൂപ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കി. നിങ്ങൾ ഓടിച്ച് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിട്ടോ. പിന്നെ പൈസ തന്നാൽ മതി. 19 രൂപയ്ക്ക് കൊടുത്തേ. പേര് മാറി 20 രൂപയ്ക്ക് കൊടുക്കും. പേര് മാറി 20,000 രൂപയ്ക്ക് പേര് മാറിയും കൊടുത്തു. കിടിലൻ വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്ത വീണ്ടും പൾസർ. അടുത്ത 19 മോഡൽ. പൾസർ ചാകരകളൊന്ന് 2019 മോഡൽ. 2019 കൊടുക്കുവാനെ 48 രൂപയ്ക്ക് കൊടുക്കണം. 48 രൂപ. 2019 മോഡൽ. ഇതും ഏകദേശം ഒരു 5 രൂപ ഡൗൺ പേയ്മെന്റ്. 5 രൂപ വണ്ടി എടുക്കാൻ പോകുക. എടുത്തിടുക ഇങ്ങോട്ട് വരുമോ പോകുക. അടുത്തത് ഇതല്ല നമ്മുടെ 125 വരുന്ന ഡ്യൂക്ക് 125 2019 മോഡൽ വണ്ടി. ഡ്യൂക്ക് 125 2019 ABS എല്ലാം വരുന്ന മോഡൽ വണ്ടി കേട്ടോ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മുടെ റേറ്റ് പറയാം. ഇത് നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടേക്കുവാ. ഇതും ഓഫർ പ്രൈസ് ആണോ? 95 രൂപ. 95 രൂപ. 95 രൂപ കിടിലം വണ്ടി ചെയ്തോ. ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നില്ല. അടിപൊളി വണ്ടി. വെറും 95,000 രൂപയ്ക്ക് ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് 1 രൂപ ഫിനാൻസ് എടുക്കാം. 1 രൂപ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ് ആണോ?
ഇത് അത്രയും നമ്മളിവിടെ കടയിലൊക്കെ ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണാൻ വരുന്നവർക്ക് ഒരു 10-15 റേഞ്ചൊക്കെ ഈ വണ്ടികൾ പോകുന്നത്. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ ഒരാളും വണ്ടി എടുക്കാതെ ഇത് കണ്ടിട്ട് എനിക്ക് വേണം എന്ന് പറയണം. അതാണ് നമ്മുടെ ഒരു പരിപാടി. അതുകൊണ്ട് മാക്സിമം ഓഫറിലാണ് വണ്ടികൾ കൊടുക്കുന്നത്. നമ്മൾ അവിടെ കണ്ട് RTR കണ്ടില്ലേ? വീണ്ടും 2022 വണ്ടി, വീണ്ടും RTR 200. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ നോക്കാം, 20-21 കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടി. ഇത് ഇന്നത്തെ വണ്ടി, ഇന്നത്തെ സ്റ്റോക്കിനകത്ത് വന്നതാ. ഇത് നമുക്ക് കിലോമീറ്റർ നോക്കട്ടെ ഒരു സെക്കൻഡ്. പുതിയ സ്റ്റോക്ക് വണ്ടിയാണ്, പുതിയതായിട്ട് ഇപ്പം വന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് കിലോമീറ്റർ നമ്മൾ നോക്കുകയാണ്. നോക്കണം, കിലോമീറ്റർ നോക്കാം. 30,000 കിലോമീറ്റർ, 30,807 കിലോമീറ്റർ ഓടി. 21 മോഡൽ 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മോഡലും ഉണ്ട് ഈ വണ്ടി. 22 മോഡൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറയാ ഒരു 78 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 78 രൂപ ഓവർ പ്രൈസ് തന്നെ, അത് പക്ക ഓവർ പ്രൈസ് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഒരെണ്ണം പുതിയ എടുക്കാൻ പോകുമ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളും ഇതിനെ ഓടിക്കാനുള്ള കംഫർട്ട് എന്തോ ഒരു സുഖമുള്ള വണ്ടികൾ, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ എന്തോ ഒന്നും സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് കൊണ്ടുപോയി അങ്ങ് ഉപയോഗിക്കാന്നുള്ളത്. ഈ വണ്ടി കാണുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരന് ഓർമ്മ വരുന്നുണ്ട്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല. അടുത്ത വണ്ടി 23,000 കിലോമീറ്റർ ഓടിയ മോഡൽ കുറവാണ്, പക്ഷെ 23,000 കിലോമീറ്റർ ഓടിയ 160 ആണ്. 4V വരുന്ന മോഡൽ തന്നെ. 2018 മോഡൽ 2018 മോഡൽ 69 രൂപ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി മോനെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എന്താണ് ആ വണ്ടിക്ക് രക്ഷയില്ലാത്തത്? ഇതിന്റെ എഞ്ചിന്റെ ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു. 2018 ഈ ഒരു ക്വാളിറ്റി നമുക്ക് വരുന്നില്ല വണ്ടികൾ. ഈ വണ്ടി ഈ റേറ്റിൽ കിട്ടാൻ സാധ്യത ഒരിക്കലും കിട്ടും. നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി. കുറവുണ്ട് എന്നെ വിളിച്ചോ, കുറവില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിളിച്ച് ചീത്ത വിളിച്ചോ. ഈ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മോഡൽ വണ്ടി കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഈ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ വണ്ടി പറഞ്ഞില്ല, എക്സ്പെൽസ് കൊടുക്കണം മോനെ. 2018 വണ്ടി, 2019 ഡിസംബർ വണ്ടി. 2019 ഡിസംബർ എക്സ്പെൽസ് ഓഫർ വെറും 70 രൂപ. വെറും 70,000 രൂപയ്ക്ക് കൊടുക്കുക. 70,000 രൂപ എക്സ്പെൽസ് എവിടെയെങ്കിലും കിട്ടുമോ? എനിക്കറിയത്തില്ല, നിങ്ങളാ തീരുമാനിക്കുന്നത്. 2019 വണ്ടി, വണ്ടിയുടെ ക്വാളിറ്റി കാണിച്ചോളൂ. നമ്മൾ അവിടെ കണ്ട 2021 വണ്ടിയുടെ അതേ ക്വാളിറ്റി ഉണ്ട്. 2019 ആണെങ്കിലും 2021 ഒക്കെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഏകദേശം എത്രയൊക്കെ റേറ്റ് പറഞ്ഞ കൊടുമനെ 70 രൂപയ്ക്ക് കൊടുറാ. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉപയോഗിക്കട്ടെ. നമ്മൾ ഓഫ് റോഡ് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വണ്ടി ഉപയോഗിക്കും. ഡൗൺ പേയ്മെന്റ് വേണ്ടി വരുമോ? എന്തോത്തിനാ ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ്? 2,000 അടിച്ചിട്ട് വണ്ടി ഉണ്ടോ? വണ്ടി അങ്ങ് എടുത്തോണ്ട് പോട്ടെ. വണ്ടി കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് അന്നേരം അതല്ലേ നമ്മുടെ സന്തോഷം. നമ്മൾ കസ്റ്റമറെ കൂടുതൽ ഇട്ടേ പറഞ്ഞില്ല, നമുക്ക് സംസാരിക്കണം ആൾക്കാർ. ഇനി നമുക്ക് ഈ 3 വണ്ടികളുണ്ട്. ഫിനാൻസിന്റെ ഡീറ്റെയിൽ ചോദിച്ചില്ല, ചോദിച്ചിട്ട് ഇത് പറയുക. ഇത് വരുമ്പോഴത്തേന് 2018 മോഡൽ. 2018 മോഡൽ. ഇത് നമ്മൾ ഓഫർ പ്രൈസ് ആണ് 39 രൂപ. ഇതും ഓഫർ പ്രൈസ് 39 രൂപ. ഇതും ഓഫർ പ്രൈസ്, അതും ഓഫർ പ്രൈസ്, എല്ലാം ഓഫർ പ്രൈസ്. ഇത് വരുമ്പോൾ നമുക്ക് 39 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. ഫുൾ ഫിനാൻസ് 39,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസ്. നമ്മുടെ ഫിനാൻസ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് 2 വണ്ടി പരിചയപ്പെടാം. നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആയിരുന്നു? ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക്, അവരുടെ ഒരു ഫോട്ടോ എന്തിനാണ്? ഫോട്ടോ നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി ഒന്നല്ല, അത് ഫിനാൻസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയാ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. കസേര ഇരുന്നോണ്ട് എടുത്തോണ്ട് വരാനല്ലോ പറഞ്ഞത്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോണ്ട് വന്നാൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറിന് നമുക്ക് വണ്ടിയായിട്ട് വീട്ടിൽ പോകും. 1 മണിക്കൂർ തികച്ചു വേണ്ട, ഒരു 1/4 മണിക്കൂറിന്റെ വണ്ടിയായിട്ട് വീട്ടിൽ പോകും. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക്, ഒരു ഫോട്ടോ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ. ഇനി പാൻ കാർഡ് ഇല്ലെങ്കിൽ നമുക്കൊരു വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഉള്ളവർക്ക് അതും കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓൾ കേരള കിട്ടോ? ഓൾ കേരള നമ്മൾ ശ്രീറാം ചെയ്യണം, അതല്ലെങ്കിൽ സുപ്ര ചെയ്യണം. നമ്മുടെ ബൈക്ക് ബസാറിന്റെ ഫിനാൻസ് ഓൾ കേരള കിട്ടത്തില്ല. ഏകദേശം ഇവിടുന്ന് വരുമ്പോൾ പാലക്കാട്, തൃശ്ശൂര്, അവിടം വരെയൊക്കെ ഏകദേശം ചെയ്യാം. പിന്നെ അതിന് മേലോട്ടുള്ള നമുക്ക് അടുത്ത ഫിനാൻസിന് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫിനാൻസ് ഡോക്യുമെന്റ് സെയിം ആണ്, പക്ഷേ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല പുതുതായിട്ട്. പിന്നെ വേറെ കാര്യം പറയണ്ട, ആദ്യമേ പറഞ്ഞു വിചാരിച്ചാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എംബ്രൈഡേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ചെയ്യണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം പ്രത്യേക ഓഫർ ഉണ്ടോ? ഇത് നമ്മളിപ്പോ പറഞ്ഞ ഓഫർ കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ വണ്ടി നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റുക. ഇത് മോനെ 2013 വണ്ടി. നമ്മൾ ഈ 13 മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ പറയുന്നത് നിങ്ങൾ വണ്ടി കൊള്ളത്തില്ലെന്ന് ആയിരിക്കും. പക്ഷെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ സർവീസ് ബുക്ക് വരെ ഇപ്പോഴും നിലവിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പൈസ കൊടുക്കാൻ നമ്മൾ എടുത്ത വിലയ്ക്ക് തന്നെ കൊടുക്കും. 12 രൂപ എക്സ്ട്രാ ചാവി ഉണ്ടാവും. എക്സ്ട്രാ ചാവിയൊക്കെ കാണാൻ അതിനകത്തുണ്ട്. ചാവിയുണ്ട്, ഇൻഷുറൻസ്, പൊല്യൂഷൻ വരെ എല്ലാം ക്ലിയർ ആണ്. എത്ര 12 രൂപയ്ക്ക് കൊടുക്കാം. വെറും 12,000 രൂപക്ക് ഈ വണ്ടിയൊക്കെ 12 രൂപയ്ക്ക് എടുക്കുന്ന ഒരു വർത്താണെന്ന് ഞാൻ പറയും. കാരണം ഇതിനൊരു കംപ്ലൈന്റ് ഇല്ല, ചുമ്മാ കിടന്ന് ഓടുന്ന വർക്കാണെന്നാണ്. അല്ലല്ല, ഇതിനകത്ത് വർത്താണ് വണ്ടി. ഇത് വരുമ്പോൾ 2015 വണ്ടി. ഇതും കൊടുക്കണം, ഒരു 15 രൂപയ്ക്കൊക്കെ കൊടുത്തുവിട്. 15 രൂപ കൊടുത്തുവിട് പോട്ടെ. നമ്മളിപ്പോ എന്തായാലും വീഡിയോ ചെയ്യുമ്പോ ഇപ്പം എല്ലാ സൈസ് ആൾക്കാരും നമ്മുടെ വീഡിയോ കാണേണ്ടത്.
എല്ലാ സൈസ് ആൾക്കാരും നമുക്ക് കമ്പനി ആവണം, എല്ലാ സൈസ് ആൾക്കാരുടെ കച്ചവടം നമുക്ക് വേണം, എല്ലാ സൈസ് വണ്ടികളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് 12,000 രൂപ മുതൽ വണ്ടികളുണ്ട്. ഈ 12,000 വണ്ടി എന്ന് പറയുമ്പോൾ 12,000 എന്നുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 12,000 നമുക്ക് എനിക്കൊരു കാര്യം പറയാം, നമുക്ക് 10,000 രൂപ കൊടുക്കാൻ പറ്റും. 10,000 രൂപയ്ക്ക് പറഞ്ഞാൽ 12,000 രൂപയ്ക്ക് വന്ന വണ്ടിയാണ്. ഈ 10,000 വണ്ടിയൊക്കെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ രജിസ്റ്റേർഡ് ഓണർ കയ്യിൽ തന്നെ പോയി എടുക്കുന്നത്. നമ്മളീ പറഞ്ഞ ഈ കൊണ്ടുപോട്ടം ഒന്നും ചെയ്യേണ്ടതിനാണ്. ഇപ്പൊ ഇവിടെ നിന്ന് പോളിഷും കൂടെ ചെയ്ത് കൊടുത്ത ഒരു നല്ല വണ്ടിയുടെ കണ്ടീഷനാണ്. ഒരു ചെറിയൊരു ഉപയോഗക്കാർക്കൊക്കെ ഇത് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പൊ പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാനൊക്കെ ആണെങ്കിലും ഒരു 3-4 വർഷം പേപ്പർ ഉണ്ട്, കൊണ്ടുനടന്ന് സുഖമായിട്ട് ഓടിക്കാം. ഒരു 11,000 അത് നമുക്ക് കൊടുക്കാം. 1000 രൂപയ്ക്ക് നമ്മൾ നശിക്കുന്ന അങ്ങ് നശിക്കട്ടെ, അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ളത്. വേറെ ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ. വേറെ ഒന്നുമില്ല. നമ്മുടെ വർക്കിനുള്ള വണ്ടികളുണ്ട്, അതൊന്നും ഇപ്പൊ കാണിക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണിക്കും. വർക്കിനുള്ള കുറഞ്ഞ വണ്ടികളുണ്ട്, കൂടിയ വണ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പൊ കാണിക്കണ്ട. ആൾക്കാർ ഇത്രയും വണ്ടി തന്നെ ഇപ്പൊ വീഡിയോ ലെങ്ത് കൂടുതൽ. അപ്പൊ അത്യാവശ്യം എത്ര മിനിറ്റ് ഉണ്ടാവും? ഏകദേശം 30-35 അല്ലേ? എല്ലാം കാണണം, ലാസ്റ്റ് വരെ കാണണം, എന്നിട്ട് കമന്റ് ഇടാൻ തുടങ്ങാം. അപ്പൊ ഇത്ര ഡീറ്റെയിൽ ഉള്ളൂ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറമാന്റെ കൈ പോകും. കുറെ നേരമായിട്ട് കട്ട് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സംസാരപ്രിയനാണ്. ഇദ്ദേഹത്തിന്റെ കമന്റും കാര്യങ്ങളും കണ്ടുണ്ടാവും. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിച്ച ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ച് പോകാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഒരാളിന് ഉപകാരമുള്ള എന്ത് പരിപാടി ചെയ്യാൻ റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ എം റൈഡേഴ്സിൽ നിന്നും നൗഷാദിക്കയുടെ അടുത്ത് നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും സൈൻ ഓഫ്.